ഷൈനി കുഞ്ഞുങ്ങളുമായി വീട്ടിലേക്ക് രക്ഷപ്പെട്ടത് മുത്തുച്ചിപ്പി പാതിരിയെ പേടിച്ച്. ഭർത്താവിൻ്റെയും ഭർത്തൃ സഹോദരനായ പാതിരിയുടെയും വീട്ടുകാരുടെയും ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാഞ്ഞ് ഷൈനി ഗാർഹിക പീഡനത്തിന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഷൈനിയുടെ പരാതിയിന്മേൽ കഴമ്പുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി FIR രജിസ്റ്റർ ചെയ്യുകയും തുടരന്വേഷണത്തിൽ വളരെ ഗുരുതരമായ ഗാർഹിക പീഡനം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി തൊടുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നമ്പർ 1-ൽ ട്രയൽ നടക്കുന്നതിനിടയിലാണ് ഷൈനി കുര്യാക്കോസും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന്റെ മുന്നിൽ ചാടി ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. 1046/2024 ക്രൈം നമ്പറായി FIR രജിസ്റ്റർ ചെയ്ത കേസിൽ ഷൈനിയുടെ ഭർത്താവായ ചുങ്കം ചേരിയിൽ വലിയപറമ്പിൽ നോബി ലൂക്കോസിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെയും IPC 498A, IPC 34 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് ITV ന്യൂസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഞങ്ങളുടെ ചോദ്യം ഇതാണ്: തനിക്കും മക്കൾക്കും ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ഭാഗത്തു നിന്ന് ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടാകുന്നു, ജീവൻ അപകടത്തിലാണ് എന്ന് കാണിച്ചു നൽകിയ പരാതി സത്യമാണെന്ന് കണ്ട് തൊടുപുഴ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ പരാതിക്കാരിയായ ഷൈനിയും ആ 2 പെൺകുഞ്ഞുങ്ങളും സഹികെട്ട് ട്രെയിന് മുന്നിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിട്ടും പോലീസ് എന്തുകൊണ്ട് സ്വമേധയാ കേസെടുത്തില്ല? ഇത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളുടെ പരാജയമല്ലേ? കോടതിയിൽ സമർപ്പിച്ച FIS-ൽ അവർ അനുഭവിച്ച കൊടിയ പീഡനങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. വളരെ ഗുരുതരമായ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ടും പോലീസ് പ്രതിക്ക് മൃതദേഹം പോലും പിടിച്ചു പറിച്ചുകൊണ്ട് നൽകി. പോലീസിന് മൃതദേഹവും എടുത്തുകൊണ്ട് പോകേണ്ടുന്ന ആവശ്യം എന്തായിരുന്നു? 3 മാസത്തിലൊരിക്കൽ നാട്ടിൽ തന്ന മദ്യപാനായ നോബിയുടെ കഴിവില്ലായ്മ സഹോദരനായ തീവട്ടിപ്പാതിരി മുതലെടുത്തിരുന്നതായും ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പാതിരിയുടെ ഭാഗത്തു നിന്നും ഷൈനിക്കും മക്കൾക്കും ദുരനുഭവങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ടെന്നും പാതിരിയെയും പാതിരിക്ക് സൈഡിൽ നിൽക്കുന്ന കുടുംബത്തെയും പേടിച്ചാണ് തന്റെ പെൺകുഞ്ഞുങ്ങളെ ചിന്നിച്ചിതറിയാലും പിച്ചി ചീന്തുവാൻ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഷൈനി വീട് വിട്ട് തന്റെ വീട്ടിലേക്ക് പോയത്. നാട്ടിൽ അത്യാവശ്യം അലമ്പുമൊക്കെയായി നടന്ന ഈ പാതിരി ഇടയ്ക്ക് വെച്ച് സെമിനാരി പഠനം നിർത്തി പെണ്ണ് കെട്ടാൻ ശ്രമിക്കുകയും അത് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും സെമിനാരിയിലേക്ക് മടങ്ങിപ്പോയതെന്നാണ് അയൽവാസികൾ പറയുന്നത്. ഈ പാതിരി വീട്ടിലുള്ളപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിരിക്കുവാൻ ഭയമായിരുന്നുവെന്നും നാട്ടുകാർ ഞങ്ങളോട് വെളിപ്പെടുത്തി. ഇനി വേറെ രസകരമായ ഒരു കാര്യം, ഈ പാതിരിയുടെ ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്യുന്ന ആ പേജ് ഏതാണെന്ന് കാണുക. മുത്തുച്ചിപ്പി. വേദപുസ്തകമോ മറ്റ് ആത്മീയ ഗ്രന്ഥങ്ങളോ ഒന്നുമല്ല. ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇയാൾ ആരാണെന്ന്. ഈ പേജിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ എടുത്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതാ കാണുക. ഈ കുടുംബത്തിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്ന അയൽവാസിയും തൊടുപുഴ നഗരസഭാ കൗൺസിലറുമായ മെർലി രാജുവിന്റെ വെളിപ്പെടുത്തൽ കേൾക്കുക. അയൽവാസിയായിരുന്നു. മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നാളുകളായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെയാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതിക്രൂരമായിട്ട് തന്നെ അവളെ മർദ്ദിക്കുകയൊക്കെ ഉണ്ടായി. അവൾ ഹോസ്പിറ്റലിൽ പോയി തൊടുപുഴ സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയെല്ലാം ചെയ്തു. ആ കേസ് ഇപ്പം നിലവിൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം കുടുംബശ്രീക്കാരുടെ ഇതിൽ കരികുന്ന സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി അയൽവാസിക്ക് പറയാനുള്ളത് കേൾക്കാം. ഇത്ര സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ആ കൊച്ചി കടുങ്കൈ ചെയ്തത്. അല്ലെങ്കിൽ ഇതുപോലെ കടുങ്കൈ ചെയ്യല. കാരണം അത് അത്രമാത്രം അവളുടെ ഭർത്താവിനെ സ്നേഹിച്ചു, ആ കുടുംബത്തെ സ്നേഹിച്ചു. അവൾക്ക് കിട്ടിയത് ഇതാണ്. അതാണ് ഇനി മുന്നോട്ടുള്ള ഒരു ജീവിതം അതിന് പറ്റാതെ വന്നു. ജോലിക്ക് ചെന്ന അന്നാണ് അവൾക്ക് ജോലി എല്ലാം ചെല്ലാൻ പറഞ്ഞ അന്ന് ചെന്നപ്പോ ജോലിയില്ല. കാരണം പറയുന്നത് ആ ജോലി ചെയ്യിപ്പിക്കേണ്ടെന്ന് ഉള്ള നിർദ്ദേശം അനുസരിച്ചാണ്. വീട്ടിലുമായിട്ട് പ്രശ്നക്കാരാണ്, അവള് പ്രശ്നക്കാരിയാണ് എന്നുള്ള മട്ടിലാണ് സംസാരം. അവിടുന്ന് ഒഴിവാക്കി വിട്ടു. അത് അന്ന് ആ ദിവസങ്ങളിൽ തന്നെ ഞാൻ അറിഞ്ഞായിരുന്നു ഇങ്ങനെ അതിനെ ഒഴിവാക്കിയെന്ന്. അന്നേരം പറഞ്ഞു അച്ഛൻ പോണതിന് മുമ്പ് ശരിക്കും അതിന്റെ തലയെ ചവിട്ടിയിട്ടാ പോയെന്ന്. കുടുംബം ജീവിക്കാൻ സമ്മതിക്കാതെ പോയെന്ന് ഉള്ളത് പറഞ്ഞു. അച്ഛനും ഓസ്ട്രേലിയയിൽ, അച്ഛൻ മറ്റക്കര ഇരുന്നിട്ടുണ്ട്. സംക്രാന്തിയിലുള്ളത് എനിക്കറിയില്ല. ഷൈനിക്കും പെൺകുഞ്ഞുങ്ങൾക്കുമെതിരെ ക്രൂരമായ ലൈംഗികാതിക്രമത്തിന് വരെ ഈ പാതിരി ശ്രമിച്ചിരുന്നു എന്നും അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ഷൈനി മക്കളെ കൂട്ടി തന്റെ വീട്ടിലേക്ക് പോയെന്നും എന്നിട്ടും വിടാതെ പിന്തുടർന്ന് ആക്രമിക്കുകയും പരസ്യമായി അപമാനിക്കുകയും അപവാദം പറയുകയും ജീവിത ഉപാധി തന്നെ ഇല്ലാതാക്കിയ സാഹചര്യത്തിലാണ് ഷൈനി മക്കളെയും കൂട്ടി സ്വയം ഇല്ലാതായത് എന്ന് വ്യക്തം. വൈദികരുടെ കൊലപാതകങ്ങളും വ്യഭിചാരവും അതിക്രമങ്ങളും പുറത്തു വരാതിരിക്കുവാൻ എന്തും ഏതറ്റം വരെയും പോയി ചെയ്യുന്ന സമൂഹമാണ് ജ്ഞാനായ കത്തോലിക്ക സഭാ നേതൃത്വം എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പയസ് 10th കോൺവെന്റിലെ അന്തേവാസിയായിരുന്ന സിസ്റ്റർ അബയുടെ കൊലപാതകം
തെളിയിക്കപ്പെടാതിരിക്കുവാൻ 29 വർഷം കേസ് അട്ടിമറിച്ചു. 500 കോടിയിലധികം രൂപ ഇതിനായി മാത്രം ചെലവഴിച്ച ഈ സഭ കൊല്ലപ്പെട്ടിട്ട് പോലും ഇരയായ സിസ്റ്റർ അഭയോടൊപ്പം നിന്നില്ല. അവസാനം സിസ്റ്റർ അഭയ്ക്കും കുടുംബത്തിനും മാനസിക രോഗമാണെന്ന് വരെ വരുത്തി തീർക്കുവാൻ ഇവർ ശ്രമം നടത്തി. ശുദ്ധരക്തവാദത്തിന്റെ പേരിൽ ജസ്റ്റിൻ എന്ന സഭാംഗത്തെയും അദ്ദേഹം വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിച്ച പെൺകുട്ടിയെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുക എന്ന ലക്ഷ്യത്തോടെ കോടതിയിൽ അവർ വ്യഭിചാരം ചെയ്തു എന്ന് അഫിഡവിറ്റ് കൊടുത്ത സഭാ നേതൃത്വം പട്ടാപ്പകൽ സെയിന്റ് റമി അടിച്ച് ലക്ക് കെട്ട് വണ്ടി ഓടിച്ച് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കാരിത്താസ് ഓപ്പറേഷൻസ് ഡയറക്ടറായിരുന്ന പാദ്രിയെ ഒരു ശിക്ഷാ നടപടിക്കും വിധേയനാക്കാതെ ഇപ്പോഴും അദ്ദേഹം ആ പദവിയിൽ തുടരുവാൻ അനുവദിക്കുന്ന ഈ പൈശാചിക സഭ ബോബി സി ബേബി എന്ന ഈ കളങ്കതനായ പാദ്രിയെയും രക്ഷിക്കുവാൻ നാണം കെട്ട ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ആശീർവാദത്തോടെ വാസവന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസിനെ ഉപയോഗിച്ച് ഷൈനിയുടെയും മക്കളുടെയും ജനങ്ങൾ ഗാർഹിക പീഡന കേസിലെ പ്രതിയായ ഭർത്താവിന് വിട്ടുകൊടുത്തത് എന്നോർക്കണം. പോലീസാണ് മൃതദേഹം എടുത്തു കൊണ്ടുപോയി പ്രതിക്ക് കൊടുത്തത് എന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സർക്കാരിന് ഈ അധമന്മാരുടെ ഒപ്പം നിന്ന് ആ ജീവനൊടുക്കിയ പെൺകുട്ടിയോടും കുടുംബത്തോടും ഇപ്രകാരം ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നു. ആരും ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നാണ് ഏറ്റുമാനൂർ SHO ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഷൈനി നേരിട്ട് കൊടുത്ത ഗാർഹിക പീഡന പരാതി തൊടുപുഴ സ്റ്റേഷനിലും കോടതിയിലും ഉണ്ടെന്ന വസ്തുത അവർ ബോധപൂർവം മറച്ചുവെച്ചു. സഭയുടെ കാശ് വാങ്ങിയാണ് ഈ നാരത്തരം കാണിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതെല്ലാം കണ്ട ഒരു സുപ്രീം കോടതി അഭിഭാഷകയും കത്തോലിക്ക സഭാംഗവുമായ അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുക. ഏറ്റവും ഒടുവിൽ എനിക്ക് വന്ന ധാരാളം മെസ്സേജുകൾ കണ്ട് വാവിട്ട് കരയാതിരിക്കുവാൻ കഴിയുന്നില്ല. മിക്കവാറും അതെല്ലാം തൊടുപുഴയിൽ നിന്ന് തന്നെ. ലോഹധാരി ഷൈനിയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചപ്പോൾ ആണത്രേ തന്റെ പെൺമക്കളെയും കൂട്ടി ഭർത്തൃവീട്ടിൽ നിന്ന് ഓടിപ്പോയത്. ലോഹയ്ക്കുള്ളിൽ ഒളിപ്പിച്ച ഒരുത്തനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തന്റെ മാലഹ കുഞ്ഞുങ്ങളെയും എന്നേക്കുമായി ആ അമ്മ രക്ഷപ്പെടുത്തി. അയാളുടെ കാമകളികൾക്ക് വഴങ്ങിയില്ല എന്ന കാരണത്താൽ അയാൾ പെണ്ണിനെ ജീവിക്കുവാൻ അനുവദിച്ചില്ല. ഭർത്താവ് എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ കള്ളും മോന്തി സഹോദരന്റെ വാക്ക് കേട്ട് ഈ പാവം പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും അവൾ നിശബ്ദയായി. അയാളെ ഈ ഭൂമി മലയാളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ കൊണ്ടുവരണം. കുപ്പായമോരി തന്റെ അസുഖം മാറ്റുവാൻ ഉള്ളതിന് പകരം പാവം ഒരു പെണ്ണിനെ കൊല്ലാതെ കൊന്നു, ഒപ്പം 2 കുരുന്നുകളെയും. തൊടുപുഴക്കാരെ സത്യം ജയിക്കണം. പ്രിയരെ, രാഷ്ട്രീയക്കാരുടെ മറപറ്റി ഇവിടെ ഷൈനിക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടുവാൻ അനുവദിക്കരുത്. ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണം. ഈ തീ അടങ്ങരുത്. പോലീസ് പ്രൊട്ടക്ഷൻ എന്തിനാണ് നട്ടലില്ലാത്ത ഒരുത്തന് കേരള പോലീസ് കൊടുത്തത്? അവന് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയവനെയും വെറുതെ വിടരുത്. പോലീസ് സുരക്ഷ ഏർപ്പാടാക്കിയതിൽ മന്ത്രി വാസവന്റെ പേരും കേൾക്കുന്നു. എൻ്റെ കുടുംബത്തിലും വൈദികരുണ്ട്. പ്രശ്നം പരിഹരിക്കുവാൻ അവർ നോക്കിയേക്കാം. പക്ഷേ ഇതുപോലൊരു അനുഭവം ആദ്യമായാണ്. നിനക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീ തീയായി മാറണം. 1000 അമ്മപങ്ങന്മാരുടെ നീതിക്കായുള്ള മുറവിളിയായി മാറട്ടെ. ഇനിയൊരു ഷൈനി കേരള മണ്ണിൽ മരണം വരിക്കുവാൻ ഇടയാകാതിരിക്കട്ടെ. വിടരും മുമ്പേ കൊഴിഞ്ഞ പൂവായി ഇനി ഒരു പെൺകുരുന്നും മാറാതിരിക്കട്ടെ. അവർക്ക് നീതി കിട്ടും വരെയും ഈ പ്രതിഷേധാഗ്നി കെടാതിരിക്കട്ടെ. 1000 അമ്മമാരുടെ, ഭാര്യമാരുടെ, സഹോദരിമാരുടെ ശബ്ദമായി മാറട്ടെ. അഡ്വക്കേറ്റ് ദീപ ജോസഫ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. പാതിരികളും മടത്തിലമ്മമാരും മുത്തുച്ചിപ്പിപ്പാതിരിയെ രക്ഷിച്ചെടുക്കുവാൻ, വെളുപ്പിക്കുവാൻ ഷൈനിയുടെ ഉൾപ്പെടെ അയൽക്കാരുടെ വീടുകൾ കയറി ഇറങ്ങുവാൻ തുടങ്ങി എന്നാണ് വിവരം. അതുപോലെ ചില കടലാസ് സംഘടനകൾ ഇത് നമ്മുടെ സഭയ്ക്കെതിരെയുള്ള സംഘടിതമായ ആക്രമണമാണ് എന്ന സ്ഥിരം വർഗീയക്കാടുമായി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇതിലൊരു വർഗീയതയുമില്ല. സഭയെയും ലക്ഷ്യം വെക്കുന്നില്ല. ഈ കള്ളപ്പാതിയും കുടുംബവും ശിക്ഷിക്കപ്പെടണം. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് നാളെ നമ്മുടെ മക്കൾക്കും ഈ അവസ്ഥയുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ കുപ്പായമണിഞ്ഞ സാത്താന്മാരെ നിലയ്ക്ക് നിർത്തണം. അതിനായി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുക, പരാതി നൽകുക, കൂടെ നിൽക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.